ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായന ഭാഗം യെശയ്യാ പ്രവചനം 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യെശയ്യാ പ്രവചനം 28 അധ്യായം 1 വാക്യം. എഫ്രയീമിലെ കുടിയാന്മാരുടെ ഡംഭകിരീടത്തിനും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം. യെശയ്യാ പ്രവചനം 28 അധ്യായത്തിൽ വടക്കൻ രാജ്യമായ എഫ്രയീമിന്റെ അഹങ്കാരത്തെയും മദ്യ ആസക്തിയെയും ആത്മീയ അന്ധതയെക്കുറിച്ചുമാണ് കാണുന്നത്. അതിനാൽ ജീവിത മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ദൈവജനത്തിന്റെ ഇത്തരം തകർച്ചയെ പ്രവാചകൻ അതിശക്തമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. എഫ്രയീമിൽ കുടിയാന്മാരായിരിക്കുന്നവർ സമ്പത്തിന്റെയും കുത്തഴിഞ്ഞ ജീവിതക്രമത്തിന്റെയും പിടിയിൽ അമർന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവം ന്യായവിധിയോടൊപ്പം പ്രത്യാശയും നൽകുന്നതായി കാണുന്നു. ഈ പ്രഭാതത്തിൽ ദൈവജനത്തിന്റെയും നേതൃനിരയുടെയും ജീവിതക്രമങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ജീർണത നിറഞ്ഞ ജീവിതക്രമം. ജീർണത ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, ആത്മീയ അലംഭാവം, പാപത്തോടുള്ള വിട്ടുവീഴ്ച, ദൈവവചനത്തെ അവഗണിക്കൽ എന്നിവ ക്രമേണ ഒരു വ്യക്തിയെയും കുടുംബത്തെയും ജീർണതയിലേക്ക് നയിക്കും. ഇവിടെ എഫ്രയീമിന്റെ ജീവിതം ഇത്തരത്തിൽ ആത്മീയ ജീർണതയുടെ വ്യക്തമായ ചിത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. വീഞ്ഞുകുടിയിലും മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും ആസക്തി പൂണ്ട് ലക്കുകെട്ട് ആടി നടക്കുന്നവരായിത്തീരുന്നു. അതിന്റെ ഫലമായി മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവജനത്തെ വെളിച്ചത്തിൽ സൂക്ഷിക്കേണ്ട പുരോഹിതനും പ്രവാചകരുമെല്ലാം ജനത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്ത നിലയിൽ തന്നെ ജീവിക്കുന്നതായി കാണുന്നു. ഇവിടെ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ പണിയേണ്ടവർ തന്നെ സുബോധം നഷ്ടപ്പെട്ട് എന്തും കാട്ടിക്കൂട്ടി സ്വയം പരിഹസിക്കപ്പെടുന്ന സങ്കടകരമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലെ ജീർണത നിറഞ്ഞ ജീവിതക്രമങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിളിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ്. ആ വിളി കേൾക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കണം. രണ്ടാമതായിട്ട്, ദർശനത്തിൽ പിഴച്ചുപോയ ജീവിതക്രമം. ഒരു വ്യക്തിയുടെയോ സഭയുടെയോ സമൂഹത്തിന്റെയോ തകർച്ച ആദ്യം സംഭവിക്കുന്നത് ദർശനത്തിലാണ്. ദൈവത്തിന്റെ ഉദ്ദേശം കാണാനുള്ള ആത്മീയ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ജീവിതവും തീരുമാനങ്ങളും തെറ്റായ ദിശയിലേക്ക് നീങ്ങിത്തുടങ്ങും. ഈ അധ്യായത്തിൽ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മീയ ദർശനം നഷ്ടപ്പെട്ടതിനാൽ അവർ ജനത്തെയും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ സമൂഹത്തിന്റെ കാവലാളുകൾ ആകേണ്ടവർക്ക് വന്നു ഭവിച്ച അപജയത്തിന്റെ സമ്പൂർണ്ണ ചിത്രമാണ് അല്ലെങ്കിൽ ചരിത്രമാണ് പ്രവാചകൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു നേതൃത്വ സമൂഹത്തെ നാം ഇവിടെ കാണുന്നു. സത്യത്തെക്കാൾ സൗകര്യത്തെ തിരഞ്ഞെടുക്കുന്ന നേതൃത്വ സമൂഹം. പ്രിയമുള്ളവരെ, നമുക്കും ഈ അപജയത്തിൽ നിന്നും ദർശനത്തിലേക്ക് മടങ്ങാം. അങ്ങനെ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്നവർക്ക് ദൈവം പുതിയ ദിശയും വ്യക്തമായ ലക്ഷ്യവും നൽകുന്നു. അങ്ങനെ അനുഗ്രഹകരമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീർണതയുടെ ശക്തികൾ പെരുകുന്ന ഈ ലോകത്തിൽ ദർശനം നഷ്ടപ്പെട്ടു പോകാതെ ധാർമ്മിക മൂല്യങ്ങളോടെ നിലകൊള്ളുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്ന യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.